ഇതൊന്നും ശരിയല്ല കേട്ടോ മിസ്സേ. ശരിയല്ല മിസ്സേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡ്രാമ സ്കൂളിൽ നിന്നും ആളെ വിളിക്കേണ്ട, നാടകം പഠിപ്പിക്കാന്ന്. എന്താ പ്രശ്നം? ക്ലൈമാക്സ് മാറി. ഇപ്പൊ നായകനും നായികയും കെട്ടിപ്പിടിക്ക. നയൻസിയിലും മിലനും മിഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ് ബേസിൽ കൈയഴുകാൻ സമ്മതിച്ചിട്ടില്ലേ ഞാൻ. അപ്പോഴാണ് നാടകം കെട്ടിപ്പിടുത്തും. നിർത്തിക്കും ഞാൻ. നാടകം നിർത്തണ്ട മിസ്സേ, കെട്ടിപ്പിടുത്ത് ഒഴിവാക്കിയ പോരെ. കരയണം, ഉള്ളിന്ന് വരണം, ഫീൽ ചെയ്യണം. നാശിപ്പിച്ച ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എന്തേ നല്ലൊരു ക്ലൈമാക്സ് അല്ലേ? അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള ക്ലൈമാക്സ് ഒന്നും ഇവിടെ വേണ്ട. എന്റെ ടീച്ചറെ, ഇത് മകൾ, ഇതച്ഛൻ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിജയിച്ചു വന്ന ഒരു മകളെ ഒരു അച്ഛൻ വാരി പുണരണ്ടേ? വേണ്ടേ? എന്തോന്നും മിണ്ടാത്തെ? ഗോഷ്ടി അടിക്കുന്നു. വേണ്ട. ആ ബെസ്റ്റ്. വാരിപ്പുണരിലൊന്നും ഇവിടെ നടക്കില്ല. ഈ അച്ഛനും മോളെ എവിടെ ഒരേ ക്ലാസ്സിലാ. വേണമെങ്കിൽ കൈ പിടിച്ചോ. ഇവിടെ എവിടെ വിരലൊന്നും തൊടാൻ പറ്റില്ല. ഇയാളുടെ വാക്കും കേട്ട് കെട്ടിപ്പിടിക്കാനെങ്ങനെ നിന്നാ രണ്ടെണ്ണത്തിനും ഡിസ്മിസ് ചെയ്ത് കളയും. പറഞ്ഞേക്കാം. എടാ, ഈ അലക്സ് ഇവിടെ ഏതു കൊല്ലായിരിക്കും പഠിച്ചേ? 2001 ബാച്ചാന്ന് തോന്നുന്നുണ്ടാ. ഓ, ആ പഴയ ബിൽഡിംഗ് അല്ലേ? ആ മോളിലെ പഴയ ബ്ലോക്ക്. ഇപ്പൊ എത്ര വയസ്സാണ്? ഒരു 37 വയസ്സൊക്കെ എന്തായാലും കാണും. കേളവൻ ഉപദേശമായിരിക്കുമല്ല. MLA പോകുമ്പോ കൂടെ പോയാ മതിയായിരുന്നു. ചേട്ടാ, ഈ കർട്ടൻ ഒന്ന് പൊക്കാനും താത്താനും പഠിപ്പിച്ചു തരൂ. എന്ത്? അല്ലേട്ടാ, എനിക്കായിരുന്നു ഈ കർട്ടൻ മേടിക്കുന്ന ഡ്യൂട്ടി കിട്ടിയേ. എനിക്കാണ് ഈ പരിപാടി അത്ര വശവുമില്ല. എന്നെ ഇതൊന്ന് പഠിപ്പിച്ചു തരാമോ? മറ്റേ ആപ്പാരുന്നതിന് മുമ്പിൽ നാണം കണ്ടാന്ന് വിചാരിച്ചിട്ടാ. പഠിപ്പിക്കുവോ? ഒരു കയറിന്റെ കഷ്ണം പഠിക്കാൻ അറിയാൻ പാടില്ലാത്ത നീയൊക്കെ ഇതൊന്നും ഇതുവരെ തീർന്നില്ലേ? ഇത് അവിടെ ഇങ്ങോട്ട് മാറ്റി അത് ഈവനാക്കി വെക്ക്. നീ എന്താടാ വീർത്തിരിക്കുന്നത്? ഡാൻസ് കളിക്കാൻ ടെൻഷൻ ഉണ്ടോ? ഏയ്, എന്ത് ടെൻഷൻ? ബിനു കൂട്ടുകാരാ, ബിനുവിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. എന്തിന്? അത് അവർക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്യാനായിരിക്കും. അപ്പോഴേ തൽക്കാലം നീ വിളിക്കേ, ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് നിന്റെ വീർപ്പൊന്ന് മാറട്ടെ. പെട്ടെന്ന് ഞാൻ പഴയ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാൻ പാടുണ്ട് കൂട്ടുകാരാ. എടാ, ശരിക്കും നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇതൊന്നുമല്ല. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് മെസ്സേജ് അയച്ചല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ സീൻ കാണിച്ച്? അത് ചിലപ്പോ അമ്മയായിരിക്കും. അയ്യോ, പ്രശ്നമാവോ? എടാ മണ്ട, ഞാൻ തന്നെയാ കണ്ടത്. റിപ്ലൈ അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്ക്. How dare you do such a nasty thing in my campus? I won't tolerate this. മിസ്, മിണ്ടരുത്. രണ്ടിനും ഡിസ്മിസിലാണ്. ഇതിന് വേറെ ചോദ്യവും പറച്ചിലും കരച്ചിലും ഒന്നുമില്ല. അല്ല മിസ്, ഈ സ്കൂൾ മാനേജ്മെന്റിന് കുറച്ച് എത്തിക്സ് ഒക്കെ ഉണ്ട്. ഈ സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും. ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും എന്നെ കിട്ടില്ല. നമുക്ക് പാരന്റ്സിനെ വിളിപ്പിച്ചാ പോരെ? പേരൻസിനെ വിളിപ്പിച്ചിട്ട് അവരെന്റെ മുന്നിലിരുന്ന് കരഞ്ഞ് ഇവര് ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവരിതന്നെ ചെയ്യില്ലാന്ന് എന്തുറപ്പ്? ബാക്കി കുട്ടികൾക്ക് ഇതന്നെ തോന്നും. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്ക്. പോയി വീട്ടിലിരിക്കും. ആൻഡ് ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ ദിസ്. ഒരു സഹതാപവും എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. മാഡം, എന്താ? അലക്സ് സാർ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇയാള് 10 മിനിറ്റ് നേരത്തെയാണല്ലോ. ബോത്ത് ഓഫ് യു വെയിറ്റ് ഔട്ട് സൈഡ്. ഗസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ. ഐ ഡീൽ വിത്ത് യു ലേറ്റർ.
പഠിച്ച സ്കൂൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? താങ്ക് യു. പ്ലീസ് കം. സാർ ഇത്ര നേരത്തെ വരുന്നു പ്രതീക്ഷിച്ചില്ല. സാധാരണ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരാ. എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ പോയിട്ട് ഒരു 10 മിനിറ്റ് വരാം. അയ്യോ അങ്ങനെയൊന്നുമില്ല, MLA എത്തിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാ. നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് ഇരിക്കാം. ഓക്കെ. താങ്ക് യു. വെൽക്കം സർ. സോറി. സാറിന്റെ കുടുംബമൊക്കെ? വൈഫും കുട്ടികളൊക്കെ ബാംഗ്ലൂരാണ്. ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും. ഹെഡ് ഓഫീസ് ഇവിടെ ആണല്ലോ. അങ്ങനെ ഈ വരവിനാണ് ഇവിടെ നിന്നുള്ള കോൾ. അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാമല്ലോ പ്ലീസ്. ഹലോ. ആ ഓക്കെ ശരി. സാർ MLA എത്തിയിട്ടുണ്ട്. ഞാനെന്നാ അങ്ങോട്ട്. ഓക്കെ ക്യാരി ഓൺ. ഓക്കെ. Riya, come with me. അതിലൊന്നും തൊടണ്ട. അമ്മ എനിക്ക് ഈ ബലൂൺ വേണം. പോകുമ്പോ നമുക്കൊന്നും മേടിക്കാം കേട്ടോ. Now, I would like to invite our Honorable MLA, V.S. Sridharan, for the inaugural address. Sir, please. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 2013 നവംബർ 16 ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം. ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ്. 10 വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ, 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ 2000 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ ഞെട്ടി. ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി. ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ A+ ആപ്പിന്റെ വിജയം. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സ് സേവിയറിന്റെ കഴിഞ്ഞ 12 വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന്. ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ. ശരി. All students, please sit down.